ദാമ്പത്യം ഒരാനന്ദത്തിൻ്റെ ലഹരിയായിട്ട് മാറ്റണം. അതിന് പ്രഥമമായിട്ട് ക്രിസ്തുവിൻ്റെ പ്രഥമമായ സ്ഥാനമാണ് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവൾക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നീ നൽകേണ്ടത്. അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ദാമ്പത്യത്തിലുണ്ടോ? വിചിന്തനം ചെയ്യണം. പീഡാനുഭവ നാളുകളിൽ നമ്മൾ ധാരാളം കുരിശിൻ്റെ വഴി ചെല്ലിയതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ ധാരാളം പ്രാർത്ഥിച്ച് കൈവിരിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടും ഓരോ സ്ഥലത്തിൻ്റെയും മുൻപിൽ പോയി കർത്താവേ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറ്റി താഴെ കുത്തിയത് കൊണ്ടും അപ്പോൾ ശബ്ദം കേട്ടതുകൊണ്ടും കാര്യമില്ല. നിന്റെ ഹൃദയത്തിൽ നിന്റെ പ്രിയപ്പെട്ടവനോട് പ്രിയപ്പെട്ടവളോടുള്ള ആ ചങ്കിടിപ്പിൻ്റെ ശബ്ദം അവന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മക്കളെയാണോ നീ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ട് നടക്കുന്നത്? നിന്റെ അമ്മ പറയുന്നത് മാത്രമാണോ നീ കേൾക്കുന്നത്? നീ ചിന്തിക്കണം. ഒരു പ്രിയപ്പെട്ടവളെ എന്താ പറയുക, നമ്മുടെ വിവാഹ കോഴ്സിൽ വരുമ്പോൾ ചില കുട്ടികൾ അവരുടെ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അവർ പറയുന്ന ചില കാര്യം കൊണ്ടുള്ള ചില ആൺകുട്ടികൾ, സാറേ നമ്മൾ അവളെ കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുപോവുക, പക്ഷെ എനിക്കൊരു കാര്യം നിർബന്ധം, എന്നെ നോക്കിയില്ലെങ്കിലും അവൾ എൻ്റെ അപ്പനമ്മേനെ നോക്കണം. ചിലർ പറയുന്നത് അവൾ എൻ്റെ അമ്മേനെ നോക്കണം. കാരണം എന്താ? എൻ്റെ അമ്മ നീണ്ട കാലമായിട്ട് വിധവയാണ്. ഒരു ദാമ്പത്യം അപ്പനെയും അമ്മയെയും നോക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നൽകിയത്. എന്നാൽ അപ്പനെയും അമ്മയെയും ത്യജിക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനവും ആദരവും സ്നേഹവും കൊടുത്ത് ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ നെഞ്ചിലേക്ക് നിന്റെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ എടുത്തു വെക്കണം. അതിന് നിനക്ക് സാധിക്കുന്നുണ്ടോ? അതിന് നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ മുമ്പിലെ ചോദ്യമാണത്. ഉത്തരം നീ കണ്ടെത്തണം. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു കാര്യം നിന്റെ മുമ്പിലുണ്ട്. നീ എപ്പോഴും ചിന്തിക്കേണ്ടത്, നീ വിവാഹം കഴിച്ച വ്യക്തിയല്ല. എനിക്ക് ഓരോ മാതാപിതാക്കളോടും ദമ്പതികളോടും പറയാനുള്ള കാര്യം, കേവലം ഒരു വിവാഹം ചെയ്ത വ്യക്തിയല്ല ഒരു ക്രിസ്ത്യാനി. ഒരു ക്രിസ്ത്യാനി, ഒരു സഭയിലെ അംഗം കേവലം വിവാഹം ചെയ്ത വ്യക്തിയല്ല, മറിച്ച് തിരുപ്പട്ടം പോലെ ജീവിതാന്തസ്സിന്റെ കുദാശയായ തിരുവിവാഹം സ്വീകരിച്ചവരായിരിക്കണം. വിശുദ്ധ വിവാഹം. വിവാഹം വിശുദ്ധമാണ്. സ്വീകരിച്ചത് തിരുവിവാഹമായിരിക്കണം. അതല്ലാതെ കേവലം ഒരു വിവാഹം, ഞങ്ങള് വിവാഹം ചെയ്തവരാ, ഞങ്ങള് ഭാര്യയും ഭർത്താവാ, അല്ല. നിങ്ങൾ തിരുവിവാഹിതരാണ്. നിങ്ങൾ ദൈവസന്നിധിയിലെ ദൈവവിളിയിൽ കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രേക്ഷിതനാകാൻ ദൈവം വിളിച്ചപ്പോൾ, ഞാൻ ദൈവമേ അങ്ങയുടെ പ്രേക്ഷിതനായി കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവിവാഹം നീ സ്വീകരിച്ചത്. അതുകൊണ്ട് തിരുവിവാഹിതരായ ശ്രേഷ്ഠ ദമ്പതിയാണ് നിങ്ങൾ. എന്താണ് തിരുവിവാഹം എന്ന കുദാശയിൽ? ക്രിസ്തുവിനോടൊത്ത് വിവാഹം ചെയ്തവർ. വിവാഹത്തിന്റെ നാളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചുകൊണ്ട് ഉഭയസമ്മതം നൽകിയതിനു ശേഷം മറ്റാരുടെയും നിർബന്ധം കൂടാതെ സ്വതന്ത്രമായ മനസ്സോട് കൂടിയിട്ട്, ആരുടെയും ഭീഷണി കൂടാതെ സ്വതന്ത്രമായ മനസ്സോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു, ഞാൻ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന ഉഭയസമ്മതം നൽകിയതിനു ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്തത്? വിവാഹത്തിൻ്റെ പ്രതിജ്ഞ എടുത്തത്. ആദ്യം വ്യക്തിപരമായി നിങ്ങൾ തീരുമാനിച്ചു, തുടർന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. ആ തീരുമാനം നിങ്ങൾ ഏറ്റുപറഞ്ഞത്, ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും വിശ്വസ്തരായ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധമായ നിമിഷത്തില് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി.
എന്നിട്ട് നീ കൈവച്ചു. എവിടെയാ നീ കൈവച്ചത്? എവിടെയാ കൈവച്ചത്? ആരും ഓർക്കുന്നില്ല. നീയിട്ട അന്ന് ധരിച്ച കല്യാണ സാരി ഏതാ? ഏതാന്ന് കാണിച്ചു തരാം. എത്രയോ വർഷമായി എടുത്തു വെച്ചിട്ട്. അന്നണിഞ്ഞ എന്താ പറയാ മന്ത്രകോടി എല്ലാവർക്കും അറിയാം. ക്രൗണിൽ വെച്ച പൂക്കൾ ഏതാന്നറിയാം. ഇട്ട കോട്ട ഏതാന്നറിയാം. വിവാഹത്തിന്റെ അന്ന് വിളമ്പിയ ഭക്ഷണം എന്താണെന്നറിയാം. പക്ഷേ നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവളെയും ഒന്നാക്കുവാൻ ക്രിസ്തു കരങ്ങൾ നീട്ടി നിന്റെ കയ്യിലേക്ക് തന്നപ്പോൾ ആ ക്രിസ്തുവിന്റെ കരം പിടിച്ച വചനമുണ്ട്. സുവിശേഷത്തിൽ ഒരു ഭാഗം, വിശുദ്ധ മത്തായിയുടെയോ വിശുദ്ധ മർക്കോസിന്റെയോ വിശുദ്ധ ലൂക്കായുടെയോ വിശുദ്ധ യോഹന്നാന്റെയോ സുവിശേഷ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമായിരിക്കണം നീ കണ്ടെത്തേണ്ടത്. അത് തിരുവിവാഹത്തിന്റെ ഐക്യത്തെ പറ്റി പറയുന്ന ഒരു ഭാഗം. അത് തിരുവിവാഹത്തിന്റെ സ്നേഹത്തെ ക്രിസ്തുവിന്റെ സ്നേഹവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഭാഗം. എത്രയോ എത്രയോ മനോഹരമായ വചനഭാഗങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും കൂടി ആലോചിച്ച് ആ വചനം കണ്ടെത്തി ആ വചനം തുറന്നു വെച്ചിട്ട് അവിടെ നീ കൈവയ്ക്കുമ്പോൾ നീ കൈവച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കയ്യിലാ. അതാ ക്രിസ്തു നിന്റെ കൂടി ഉണ്ടെന്ന് പറഞ്ഞേ. ക്രിസ്തുവിൻ്റെ കൈമയാണ് നിങ്ങൾ രണ്ടുപേരോട് ചേർന്ന് പിടിച്ചത്. പക്ഷേ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് അവൻ്റെ ഒരു വല്ലാത്ത വേദനയുണ്ട്. വേദന വേറൊന്നുമില്ല, വേദന വളരെ നിസ്സാര. കല്യാണത്തിൻ്റെ അന്ന് വിവാഹം പള്ളിയിൽ വെച്ച് നടന്ന നിമിഷത്തില് ഞാൻ മനസ്സിലാക്കി, സാറേ എൻ്റെ ജീവിതം തീർന്നു എന്ന്. അന്ന് തൊട്ട് ഞാൻ ജീവിക്കുകയല്ല മരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ നീ എന്താ അങ്ങനെ പറയുന്നേ? ഞാൻ ഇവിടെ കല്യാണം കഴിക്കുന്ന സമയത്ത് സുവിശേഷത്തിൽ കൈവയ്ക്കൂലോ, വചനത്തിൽ കൈവയ്ക്കൂലോ. ഞാനും വെച്ചു സാറേ. കപ്പ്യാര് തുറന്നു വന്ന പേജിൽ കൈവച്ച് ഈ പ്രതിജ്ഞയൊക്കെ ചൊല്ലി അവസാനം ഞാൻ ഈ എൻ്റെ കൈ ഇരിക്കുന്ന കൈ ഇങ്ങനെ വലിച്ചപ്പോൾ ഞാനിങ്ങനെ നോക്കി. അച്ഛൻ്റെ വളരെ അടുത്ത് നിന്നിട്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. കാരണം മൈക്ക് ഉപയോഗിച്ച് വേണം പ്രതിജ്ഞ ആ പള്ളിയിൽ. അപ്പോൾ മൈക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ആ മൈക്കിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് വചനം ശരിക്ക് കാണാം. ഞാൻ ഈ കൈവച്ചിങ്ങനെ നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് എൻ്റെ കൈയെടുക്കുമ്പോൾ ഞാൻ കണ്ടൊരു വചനമുണ്ട്, എൻ്റെ ജീവിതത്തെ തകർത്തത്. ഞാൻ ചോദിച്ചു, അതെന്തായിരുന്നു കുഞ്ഞേ? അവൻ പറയാ, അവൻ കണ്ടൊരു ഭാഗം, ഇതെല്ലാം പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഓർക്കുന്നോ നിങ്ങൾ? ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുവിശേഷകന്മാർ എഴുതിയിരിക്കുക, ഇതെല്ലാം പറഞ്ഞ് അവൻ ജീവൻ വെടിച്ചു. ഇവൻ പറയാ, ഈ വിവാഹത്തിൻ്റെ വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേ സത്യമായിട്ട് ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം തീർന്നു എന്ന്. എന്തോരവസ്ഥ! അന്ന് തൊട്ട് ഇവൻ്റെ സ്വഭാവത്തെ ഇവൻ ആ വചനവുമായിട്ട് ഇവൻ ചേർത്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഇവനിൽ പിശാച് പ്രവർത്തിക്കുക. കണ്ടോ കുഞ്ഞെ, നീ എവിടെയാണെന്ന് മനസ്സിലായോ? നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മനസ്സിലായോ? നിന്റെ ബുദ്ധിമുട്ടുകൾ നിനക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് പിശാച് ഇവനോട് ചോദിക്കുക. അവളും അവനുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പിണക്കമുണ്ടെങ്കിൽ ഉടനെ ഇവന്റെ മനസ്സിലേക്ക് ആ ചിന്തയാണ് കയറി വരുന്നത്. ആ ധ്വനിയാണ് ഇവൻ കേൾക്കുന്നത്. അവൻ അങ്ങനെ തന്നെ ആക്കിയെടുത്തു. നോ, ഈ പീഡാനുഭവ നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ എന്താ ചെയ്തെന്നുള്ള കാര്യം പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. ഏത് വചനത്തിലാ കൈവച്ചെന്ന് പോലും നിങ്ങൾക്ക് അറിവുണ്ടാവില്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് തുറന്നു കൊടുത്തതെന്ന് നിങ്ങൾക്ക് അറിവുണ്ടാവില്ല. എന്തുമാത്രം ആഘോഷങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്? ക്രിസ്തുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെയും കൊണ്ട് കടന്നുപോയ നാളുകൾ എന്തേ ഓർക്കാത്തേ? അതുകൊണ്ട് തന്നെയാണ് ദമ്പതികളെ, വിവാഹത്തിന് മുമ്പ് യുവതിയും യുവാവും താമസിച്ചത് കിടപ്പുമുറിയിലായിരുന്നു, ബെഡ്റൂം. എന്നാൽ വിവാഹം കഴിഞ്ഞ് ദമ്പതിയായി
നീ ചെന്ന് താമസിക്കുന്ന ഇടമുണ്ട്. ആ ഇടം ഒരു ബെഡ്റൂം അല്ല, ഒരു ബെഡ്റൂം അല്ല. ഇറ്റ്സ് എൻ ഓൾട്ടർ. അതൊരു അൾത്താരയാണ്, അതൊരു അൾത്താരയാണ്. ക്രിസ്തു സാന്നിധ്യം കൊണ്ടും സജീവകത കൊണ്ടും സ്നേഹം പകരുന്ന ഇടം. ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മുറിക്കപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ ശുശ്രൂഷിച്ച് ചെറുതാക്കപ്പെട്ടവൻ, എൻ്റെ മാലിന്യമെല്ലാം കഴുകിക്കളയുവാൻ തൻ്റെ നെഞ്ചകം പിളർന്ന് രക്തത്തുള്ളികൾ ഒഴുകിയപ്പോൾ ആ രക്തത്തുള്ളികൾ എനിക്കുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ സ്നേഹിച്ചവൻ. അതാണ് കുർബാന, അതാണ് കുർബാന, അതാണ് ദാമ്പത്യം. അപ്പോൾ കുർബാനയാണ് ദാമ്പത്യം, മുറിക്കപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ദാമ്പത്യം, ചിന്തപ്പെട്ട് സ്നേഹിക്കുന്ന ദാമ്പത്യം. ഇതൊക്കെ ഉണ്ടോ? ഇപ്പം മുട്ടുമ്പോൾ നിന്നിട്ട് കുരിശിൻ്റെ വഴി നടത്തണ ചിന്ത നമുക്കൊക്കെ. ഇനി ദുഃഖ വെള്ളിയാഴ്ചയോ വലിയ പ്രദക്ഷിണം വരെ നമ്മൾ നടത്തും, പരിഹാര പ്രദക്ഷിണം. റോഡൊക്കെ അടച്ച് വെട്ടി നമ്മൾ ട്രാഫിക് നിയമം പോലും പാലിക്കാതെയാ പ്രദക്ഷിണം. പോണ പോക്കും ചിലരുടെ വരവും കണ്ടാൽ അന്ന് ക്രിസ്തുവിൻ്റെ കൈമാണിയടിച്ച പടയാളികൾ ആരെങ്കിലും കണ്ടാണ്ടല്ല ഇപ്പം ശരിയാക്കുന്നതാണ്. ഒന്ന് ക്രിസ്തുവിനെ ബന്ധിച്ചവരാരെങ്കിലും കണ്ട ശരിയാക്കി തരാം. ഇതല്ല പരിഹാര പ്രദക്ഷിണം. ഞാൻ എൻ്റെ ഭവനത്തില് എൻ്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ കാണിക്കാതെ പോയ എൻ്റെ കരുണ, ഞങ്ങളുടെ ദാമ്പത്യത്തില് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും പരസ്പരം പ്രണയമായി തീർന്ന് എൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ അവൾക്ക് നൽകാതെ കടന്നുപോയ നിമിഷങ്ങൾ, അതാണ് എൻ്റെ പരിഹാരം. അതിനാണ് ഞാൻ പരിഹാരം ചെയ്യേണ്ടത്. രാത്രിയിൽ, ആ ദുഃഖ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ കണ്ണു തുറന്നിരുന്ന് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറയണം, കുട്ടാ, റിയലി സോറിഡാ, റിയലി സോറിഡാ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ടു. ഒത്തിരി സ്നേഹിക്കുന്നു നിന്നെ. ഇപ്പം നിന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാടാ സ്നേഹിക്കുക? ഒരു രാത്രിയിൽ നിന്റെ ജീവൻ അപഹരിക്കപ്പെട്ടാൽ, ഒരു അറ്റാക്ക് വന്നാൽ, ഒരു സ്ട്രോക്ക് വന്നാൽ, നെടുവീർപ്പിട്ട് പൊട്ടിക്കരഞ്ഞത് കൊണ്ടും മഞ്ചയിൽ കിടന്നുകൊണ്ട് ഒച്ചത്തിൽ കരഞ്ഞത് കൊണ്ടും എന്ത് പുണ്യമുണ്ട് നിങ്ങളുടെ ദാമ്പത്യത്തിന്, എന്ത് മാതൃകയുണ്ട് മാതാപിതാക്കളെ നിങ്ങളുടെ ദാമ്പത്യ സ്നേഹത്തിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുവിവാഹത്തിൽ ക്രിസ്തുവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട്, അപ്പോൾ ക്രിസ്തു സക്കേവൂസിനോട് പറഞ്ഞതുപോലെ, കുട്ട സക്കേവൂസേ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുവാടാ. ധാരാളം പ്രമാണികളൊക്കെ ഉണ്ട്. അവരാരെങ്കിലുമൊക്കെ വിചാരിച്ചു ഇവൻ ഇന്ന് നമ്മുടെ കൂടെ വന്ന് താമസിക്കാതിരിക്കുന്നു. അപ്പോഴാണ് ഈ ചുങ്കക്കാരനും പാപിയുമായ സക്കേവൂസിനെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞത്, ഏയ് സക്കേവൂസേട്ടാ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാൻ. നീ സക്കേവൂസേട്ടൻ്റെ വീട്ടിലേക്ക് ക്രിസ്തു പോവാ. ചെറുപ്പക്കാരൻ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദാമ്പത്യത്തില്, നമ്മുടെയൊക്കെ കൊടും ക്രൂരതയില്, നമ്മുടെയൊക്കെ കുറവുകളില് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ടടാ, നിന്റെ കുറവൊക്കെ ഞാൻ മാറ്റിത്തരാന്ന്. നിന്റെ പ്രിയപ്പെട്ടവളുടെ കുറവൊക്കെ ഞാൻ മാറ്റിത്തരാടാ, ഞാനുണ്ട്. നിന്റെ ദാമ്പത്യത്തിൻ്റെ ആ വള്ളത്തില് അമരത്ത് തലയിണ വെച്ച് ഞാൻ കിടന്നുറങ്ങുന്നുണ്ടടാ. കടല് കൂട്ടത്തിൽ ശോഭിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചോ. ആര് വിളിക്കുന്നുണ്ട്? എന്നിട്ട് ആര് വിളിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ക്രിസ്തുവിനൊത്ത കുദാശയായിട്ട് ദാമ്പത്യം ആരംഭിച്ചിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു? ക്രിസ്തു ഉണ്ടോ നമ്മുടെ അൾത്താരയിൽ? നമ്മുടെ മക്കൾ ഇത് കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇനിയും ഇനിയും
ഈ പീഡാനുഭവ നാളുകളിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ കിടക്കുന്ന കിടപ്പ് മുറിയില, ആ കിടക്കുന്നതിൻ്റെ, നമ്മൾ തലവെച്ച് ഉറങ്ങുന്നതിൻ്റെ എതിർവശത്തായിട്ടുള്ള ഭിത്തിയിലൊക്കെ മനോഹരമായ ഒരു വചനം എഴുതി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു ചിത്രം തൂക്കി, അവിടേക്ക് നോക്കിക്കൊണ്ട്, ആ വചനത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്നും എൻ്റെ അൾത്താരയിലെ വചനത്തെ സ്നേഹിച്ചുറങ്ങാം. ആ ക്രിസ്തുവിനെ നോക്കിയിട്ട് പറയാം, എൻ്റെ കുട്ട മസിൽ കയറിയിട്ട് വയ്യ, എൻ്റെ പൊന്നെ, നീ ചിരിച്ചുകൊണ്ടിരിക്കല്ലേ, എൻ്റെ മസിൽ കയറുന്ന എന്നെ ഒന്ന് ആശ്വസിപ്പിക്കേ. ആ ചിത്രത്തിൽ നോക്കി നീ വിളിക്കുമ്പോൾ നിന്റെ അൾത്താരയിലെ ചിത്രത്തിന് ജീവൻ തുടിക്കും. നിന്റെ വേദനകൾ അവിടെ നിന്ന് ഒപ്പിയെടുക്കും, നിന്റെ രോഗങ്ങൾ അവിടെ നിന്ന് സ്പർശിക്കും, നിനക്ക് സൗഖ്യം നൽകും. അതാണ് ദാമ്പത്യത്തിലെ നിന്റെ അൾത്താരയിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും മനോഹരമായ വചനവും ചിത്രവും. നമ്മുടെ അൾത്താരയിൽ എന്തായിരിക്കണേ? എന്തായിരിക്കണേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേ. ചിലരുടെയൊക്കെ അലമാരിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. നമ്മുടെയൊക്കെ അൾത്താരയിലാണല്ലോ ചിലപ്പോൾ കൂട്ടുകാരൊത്തൊരുമിച്ച് ചില കൂടലുകളും തൊങ്ങലുകളും പാട്ടുകളൊക്കെ നടക്കുന്നത്. മോശമല്ലേ ഇത്? ഏറെ ഗഹനമായിട്ട് നമ്മളിത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോടൊത്ത് നാം ഒരുമിച്ച് ജീവിതം ആരംഭിച്ചതാണ് തിരുവിവാഹം. ക്രിസ്തുവില്ലാത്ത വിവാഹങ്ങളൊക്കെ തിരുവിവാഹങ്ങളല്ല, അർത്ഥശൂന്യങ്ങളായ ദാമ്പത്യങ്ങളാണ്. അപ്പോൾ ഉറപ്പുള്ള ദാമ്പത്യം, ഉണർവുള്ള കുടുംബം രൂപീകരിക്കണമെങ്കിൽ നമ്മുടെ ദാമ്പത്യം ഉറപ്പുള്ളതായി തീരാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പറമേൽ പണിത ഭവനം പോലെ ഞങ്ങളുടെ ദാമ്പത്യം പണിയപ്പെടണം, ഉറപ്പുള്ളതാക്കി തീർക്കണം. അവിടെ കാറ്റടിച്ചാലും ചെറിയ മഴ പെയ്താലും വലിയ കൊടുങ്കാറ്റ് വന്നടിച്ചാലും തിരകളാഞ്ഞു വന്നാലും അത് നശിക്കില്ല, നശിക്കില്ല പ്രിയപ്പെട്ടവരെ. അനുഭവങ്ങളാണ്. ദാമ്പത്യത്തിൽ 4 വെല്ലുവിളികളിലൂടെയാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോകുന്നത്. ഉറപ്പുള്ള ദാമ്പത്യം പണിതുയർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും വെല്ലുവിളികൾ നമ്മളെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി മാത്രം ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രകടനപരമായിട്ടുള്ള രീതികളുടെ കുറവ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. ഏത് പുരുഷനും ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹത്തിൻ്റെ പ്രകടനപരമായിട്ടുള്ള ഒരു പെരുമാറ്റം. അതായത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവനോടൊരു സ്നേഹമുണ്ട്, ആ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവനൊരു പ്രമോഷൻ കിട്ടി, ആ പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്കൊരു പ്രമോഷൻ കിട്ടി എന്ന് പ്രിയപ്പെട്ടവൻ വന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവൾ എങ്ങനെ കാണണം അതിനെ? വാതിൽ തുറന്ന് പ്രിയപ്പെട്ടവൻ അകത്തോട്ട് വിളിച്ച് സ്നേഹിച്ച് കഴിയുമ്പോഴാണ് ഇൻ്റർവ്യൂവിന് അവന് കിട്ടിയ പ്രമോഷനെ പറ്റി ഭയങ്കര സ്നേഹത്തോടെ പറയുന്നത്. ആ സമയത്താണ് പ്രിയപ്പെട്ടവളുടെ മറുപടി, ഇപ്പോഴാ പ്രമോഷൻ കിട്ടിയേ? അത് ശരി, വാ ചായ കുടിക്കാം. ഈ പറഞ്ഞതിനകത്ത് സ്നേഹമുണ്ട്. സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ ചായ കുടിക്കുക എന്ന് പറഞ്ഞേ. എന്നാൽ പ്രകടനപരമായ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം നടന്നില്ല. ഇത് കേട്ട പ്രിയപ്പെട്ടവന് ഭയങ്കര വിഷമം തോന്നിയത്. ഇവളൊന്നുപോലും എന്നെ ഒന്ന് അഭിനന്ദിച്ചില്ലല്ലോ. അപ്പോഴാണ് അതിനെ തിരിച്ച് നമ്മളൊന്ന് കണ്ടു നോക്കിയേ. പ്രിയപ്പെട്ടവൻ ഇത് പറയുന്നു, പ്രിയപ്പെട്ടവൾ ഇത് കേട്ടിട്ട് ഓടിച്ചെന്ന് സ്നേഹപൂർവം അത് ആലിംഗനം ചെയ്തിട്ട്, കുട്ടാ യു ആർ ഗ്രേറ്റ്, എൻ്റെ കൂട്ടം മെടുകനാട്ട, നമ്മളെ ദൈവം അനുഗ്രഹിക്കും, ഐ ലവ് യുടാ എന്ന് പറഞ്ഞാൽ അതൊരു പ്രകടനപരമായ ആവിഷ്കാരമാണ്. അതിൻ്റെ കുറവുകൾ പല വിധത്തിലുണ്ട് കുടുംബത്തിൽ. അപ്രീസിയേഷൻ,
അഭിനന്ദനങ്ങൾ പറയുന്നതിൻ്റെ പിശുക്ക്. പറയില്ലേ അഭിനന്ദനങ്ങള്? നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പ്രിയപ്പെട്ടവൾ വന്നാൽ, ഐ ചക്കരേ സുന്ദരിയായിട്ടുണ്ടല്ലോ, നിനക്ക് ഈ ഡ്രസ്സ് ഭയങ്കര മാച്ചിങ് ആട്ടാ, കൊള്ളാട്ടാ, നന്നായിട്ടുണ്ട് ഒന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എങ്ങനെ അടി തൊട്ട് മുടി വരെ നോക്കും. എന്നിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഒരു വല്ലാത്ത അവസ്ഥ, എന്നിട്ട് ഇങ്ങനെ ഒരു കാണിക്കലും. എന്നാൽ മോശമാണെങ്കിലോ, എവിടെ നാല് തയ്പ്പിച്ചിട്ട് ഇത് നീ എവിടെ കൊടുത്ത് തയ്പ്പിച്ചു, എനിക്കുള്ള ബോധമുണ്ടോ? ഒരു ഒച്ചപ്പാട്. പ്രിയപ്പെട്ടവരെ, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെന്ന കാര്യം നമുക്ക് പറയണം. എന്നാൽ ആദ്യം നല്ലത് പറഞ്ഞ് തുടങ്ങിക്കൂടായിരുന്നോ? നല്ലത് പറഞ്ഞ് തുടങ്ങിക്കൂടെ? ഒരാൾ എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആദ്യം എന്നോട് പറയുക, പെട്ടത്തലയുള്ള സാറ് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞത് സാറാണോ എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര വിഷമമാണ്. പെട്ടത്തല എന്തോ ഒരു കുറവ് പോലെ. മറിച്ച് എൻ്റെ അടുത്ത് വന്ന് മറിച്ചൊരാൾ പറയുക, ഒരു ഉഗ്രൻ ക്ലാസ് എടുക്കുന്ന ഒരു സാറുണ്ട്, സാറ് ഭയങ്കര രസമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, സാറിൻ്റെ തലയിൽ കുറച്ച് മുടി കുറവാണെങ്കിലും ഉണ്ടല്ലോ, അത്രയേക്കാളൊക്കെ എന്തോ ഒരു ശക്തിയാണ് സാറിൻ്റെ ഭാഷയ്ക്ക്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പെട്ടത്തലയ്ക്ക് എനിക്കിപ്പോൾ ഒരു ഗ്ലാമർ കൂടുതൽ കിട്ടി. അപ്പോൾ അഭിനന്ദനങ്ങൾ പറയേണ്ട രീതി പലപ്പോഴും ദമ്പതികളുടെ ഇടയിലില്ല. അതെങ്ങനെ പറയണമെന്നറിയില്ല. നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവൾ കാത്തിരിക്കുക, ഗുഡ്, നല്ല ചമ്മന്തിയാണ് എന്ന് വരെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവൾക്ക് ഇഷ്ടമാണ്. ഇത് കറിയോ ഭക്ഷണമോ മോശമായാൽ ഒരു തള്ള്, ഒരു നീക്കിവെക്കല്, എനിക്ക് വേണ്ട, എഴുന്നേറ്റ് പോക്ക്, അല്ലെങ്കിൽ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പുറമേ നിന്ന് പോയി കഴിച്ചോളാം, ഉടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവൾ അനുഭവിച്ച വേദനയുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് അവളൊരു മൊബൈലിൽ വാട്സാപ്പ് ഗ്രൂപ്പിലിരുന്ന് കാഴ്ച കാണുന്നതായിരിക്കും, അവളുടെ പ്രിയപ്പെട്ട ചേച്ചിമാരും വിളിച്ച് സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ ആ സമയത്തിന് മുൻപ് ഈ എന്താ പറയുക, കറിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞ് അത് കൃത്യം ചേരുവകൾ ചേർത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് ഇതൊക്കെ ചെയ്തതാ. പക്ഷേ കൊണ്ടുവന്ന മീൻ കുറച്ച് ദിവസം പഴകിയതായിപ്പോയി. അത് മേടിച്ചത് ഭർത്താവാ. ആ പഴക്കം ഈ മീൻ കറിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ കുറ്റം മുഴുവൻ ആരുടെയാ? ആ മീൻ പഴകിയതാണെങ്കിലും നിനക്കത് നോക്കിയിട്ട് വെക്കായിരുന്നില്ലേ? അത് നോക്കിയിട്ടാണ് അവൾ വെച്ചത്. അവൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഭക്ഷണം നന്നായാലോ ഒരക്ഷരം മിണ്ടത്തില്ല. ഭാര്യ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ നിന്ന് നോക്കും, എങ്ങനെയാണ് ഈ മനുഷ്യൻ പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോഴാണ് കൈ കഴുകിയിട്ട് നല്ല ഏമ്പക്കം വിടും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നല്ല ഭക്ഷണം. പ്രിയപ്പെട്ടവരെ, അതൊന്ന് വാഗൊണ്ട് പറഞ്ഞുകൂടെ? അപ്രീസിയേഷൻസ്, അഭിനന്ദനങ്ങള് വാഗൊണ്ട് സംസാരിക്കണം. അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങള് ഒരു കഴിവില്ലെന്ന് പറഞ്ഞ് തള്ളുകയല്ല, അവിടെയാണ് വളർത്തേണ്ടത്. നിനക്ക് ഒത്തിരി കഴിവുകളുള്ള ആളാ, നീ എന്തിനാ പേടിക്കുന്നേ? ഒരു കാറ്, വീട്ടിലെ കാർ ഒരു ഗേറ്റിൽ മുട്ടി, അല്ലെങ്കിൽ ഒരു ഭിത്തിയിൽ മുട്ടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു, ഭാര്യ ഓടിച്ചപ്പോൾ സംഭവിച്ചതാ. പിന്നെ പറയാത്ത ചീത്തയില്ല, ഒന്നുമില്ല. ക്രിസ്തുവിനെ ദർശിക്കുകയാണ് ഭാര്യയില്. ചീത്ത വിളിക്കുന്നത് മുഴുവൻ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ആ വ്യക്തിയിലൊന്ന് കാണ്, എന്നിട്ടൊന്ന് പറയ്, വിട്ട് കളയിടൂ. ഇവിടെ വണ്ടി ഓടിച്ചാൽ ആർക്ക് വേണമെങ്കിലും അപകടം ഉണ്ടാവുന്ന, നീ ധൈര്യമായിട്ടിരിക്കേ, നീ ആ വണ്ടി എടുത്തേ, നീ കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ശക്തി കൊടുക്കുമ്പോഴാ അവൾ വീണ്ടും വണ്ടി ഓടിക്കുന്നു. അതാണ് പ്രോത്സാഹനം. ഒരു ബിസിനസ്സിൽ സാമ്പത്തിക തകർച്ച സംഭവിക്കാം. ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്താം. നിങ്ങൾ ആലോചിക്കാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്, നിങ്ങൾക്ക് പിടിപ്പില്ല, കൈ ചോരുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ കടം വന്നത് തിരിച്ച് ചോരാത്ത നിന്റെ കയ്യിലേക്ക് എത്തുമോ? അന്വേഷിക്കണം, നീ ചിന്തിക്കണം. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ മുഖം നീ ദർശിക്കണം. ക്രിസ്തുവിൽ കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ ഗുരുവിന്റെ മുഖം നീ ഒന്ന് ദർശിക്കേ. ബിസിനസ്സിൽ പൊളിഞ്ഞ വ്യക്തിയില്
ആ ക്രിസ്തുവിൻ്റെ മുഖമുണ്ട്. തകർന്നു പോകുന്ന, അവസാനിക്കാൻ പോകുന്നൊരു മുഖം. അവിടെ ഓടിയെത്തണം, വാരിയെടുക്കണം. എന്നിട്ട് സാരില്ല, ഞാനില്ലേ കൂടെ, മക്കളൊക്കെ പൊക്കോട്ടെ, ആര് വേണേലും ഉപേക്ഷിച്ചോട്ടെ, ഞാനുണ്ട് കൂടെ. അതാണ് പ്രണയത്തിൻ്റെ പ്രോത്സാഹനം. അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ക്ഷമിക്കുന്ന സ്നേഹത്തിലേ ഉണ്ടാകൂ, ക്ഷമ കൊടുക്കുന്ന സ്നേഹത്തിലേ ഉണ്ടാകൂ. ക്ഷമ പൂർണ്ണമായും നൽകുമ്പോൾ വിടുതൽ കിട്ടുന്ന ദാമ്പത്യത്തിലേ ഉണ്ടാകൂ. ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സോറി കുട്ടാ, സോറി മോനെ എന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ച് ദൈവം നൽകിയ ചുംബനത്തിൻ്റെ ശക്തിയോടെ സ്നേഹത്തിൻ്റെ ചുംബനം നൽകിക്കൊണ്ട് നിങ്ങൾ അൾത്താരയിൽ ശയിക്കി. അവിടെ പിറ്റേ ദിവസം കൃപയുടെ അലകൾ നിങ്ങളുടെ അൾത്താരയിൽ ഒഴുകി ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കാം. മനസ്സ് നിറഞ്ഞ് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.